ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഭാസ്കരനും രാജീവും കൂടി പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ നിധി അടുക്കളയിലേക്ക് വന്ന് സുഭാഷിനെ സഹായിക്കുകയാണ്. ഒപ്പം നികേഷും ഉണ്ട്. അച്ഛൻ എന്തിയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അച്ഛൻ സുഭാഷേട്ടന്റെ അച്ഛനുമായി സംസാരിച്ചിരിക്കുകയാണ്. ഇത് കിട്ടി ടെൻഷനോട് കൂടി നികേഷ് പറയുന്നു, അയ്യോ ഏട്ടത്തി, ആദ്യം അത് പോയി നിർത്ത്. അയാൾ വായിൽ വരുന്നതൊക്കെ പറയും. ഏട്ടത്തിയുടെ അച്ഛൻ ഇപ്പോഴല്ലേ ഏട്ടത്തി അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് അയാളുമായി സംസാരിച്ചാൽ ശരിയാകില്ല. ഏട്ടത്തി ചെന്ന് അച്ഛനെ വിളിച്ചോണ്ട് നിധി പറയുന്നു, അവരവിടെ ഇരുന്ന് സംസാരിക്കട്ടാ. അപ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി പറയുന്നത് കേൾക്ക്, ഏട്ടത്തിയുടെ അച്ഛനെ പോയി വിളിച്ചോണ്ട് വാ. മോൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് സുഭാഷ് പുറത്തേക്ക് പോവുകയാണ്. ഭാസ്കരൻ ജയിലിൽ കിടന്നതിനെ കുറിച്ചൊക്കെ രാജീവിനോട് സംസാരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, സർ അകത്ത് ഇരിക്ക്. സാരല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് രാജീവ് പറയും. സുഭാഷ് പറയുകയാണ്, സമയം ഒരുപാട് വൈകി, കൊതുക് ഒരുപാടുണ്ട് ഇവിടെ, സാർ അകത്ത് വന്നിരിക്കെ. സാരല്ല സുഭാഷ്, ഞാൻ അച്ഛനോട് സംസാരിക്കുകയാണെന്ന് രാജീവ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, അച്ഛൻ എവിടെയും പോകില്ല, രാവിലെ ഇവിടെ ഉണ്ടാകും, രാവിലെ സംസാരിക്കാം, സാർ അകത്ത് വന്നിരിക്കെ. ഭാസ്കരൻ പറയുന്നു, വിളിക്കുന്നത് കേട്ടില്ലേ, അകത്തേക്ക് പോ. അകത്ത് ചെന്നിരുന്നാൽ കൊതുക് അടിക്കില്ലല്ലോ. സാർ വാന്ന് പറഞ്ഞ രാജീവിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. ഭാസ്കരൻ പറയുകയാണ്, അച്ഛനാ ഞാൻ പുറത്തിരിക്കുക, കാലങ്ങളായിട്ട് എന്നെ കൊതുക് അടിച്ചാൽ കുഴപ്പമില്ലല്ലോ. രാജീവിനെ ഹോളിൽ ഇരുത്തിയിട്ട് അടുക്കളയിലേക്ക് വന്ന സുഭാഷ് പറയുകയാണ്, നികേഷ് സുധീഷിനെ കാണുന്നില്ലല്ലോ, ഫോൺ വിളിച്ച എവിടെയാണെന്ന് ചോദിക്ക്, ഞാൻ ദീദിയുടെ അച്ഛനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കട്ടെ. നികേഷ് സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഭക്ഷണമെല്ലാം ഫോണിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് സുഭാഷും നിധിയും. രാജീവിന് ടേബിളും ചെയറും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും എവിടെ ഇരുന്നാ കഴിക്കുന്നത്? അപ്പോൾ സുഭാഷ് പറയുകയാണ്, ഞങ്ങളെല്ലാവരും തറയിലിരുന്നാണ് കഴിക്കുന്നത്, സാറിനത് ശീലമില്ലല്ലോ. രാജീവ് പറയുകയാണ്, ശീലമില്ലെങ്കിൽ ശീലിക്കണമല്ലോ, ഞാനും തറയിലിരിക്കാം, എനിക്ക് ഒരു പ്രശ്നമില്ല. സുഭാഷ് പറയുന്നു, നികേഷ് പായിടടാ. നികേഷ് പായിട്ട് കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനായി അവിടേക്ക് ഇരിക്കുകയാണ് രാജീവ്. നിധിയും സുഭാഷും സ്നേഹത്തോടുകൂടി രാജീവിന് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ്. രാജീവ് പറയുകയാണ്, ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ, ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയല്ലോ, എങ്ങനെ ഇതെല്ലാം? സുഭാഷ് പറയുകയാണ്, ഇത് വളരെ കുറവാ, കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ടാക്കിയേനെ. നിധി പറയുന്നു, അച്ഛൻ അറിയുമോ, രാവിലെ 1 മണിക്കൂറിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ടാക്കി കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തിടും സുഭാഷ് ഏട്ടൻ, ഭക്ഷണം സൂപ്പർ ആയിരിക്കും. സുഭാഷ് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ നിധി, സാർ കഴിക്ക്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ് രാജീവ്. ഈ സമയം സുധീഷും ഹരീഷും വീട്ടിലേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു, ഇതെന്താ നമ്മുടെ വീടിന്റെ മുന്നിൽ കാറ്? സുധീഷേട്ടൻ വന്നെന്ന് പറഞ്ഞ് അരികിലേക്ക് ചെന്ന് നികേഷ് ചോദിക്കാണ്, എന്താ സുധീഷേട്ട ഇത്രയും താമസിച്ചത്? അവൾ സുധീഷ് ചോദിക്കാണ്, എന്തിനാടാ നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നത്? കാര്യമായിട്ട് പറയുന്നുമില്ലായിരുന്നു. നികേഷ് പറയുകയാണ്, കാര്യം പറഞ്ഞാൽ സുധീഷേട്ടൻ ഓടി വരുമല്ലോ, സുധീഷേട്ടനൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ പറയാതിരുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ആളെ കണ്ട് സുധീഷേട്ടൻ ഞെട്ടിപ്പോകും. ആരാ, സുനന്ദയാണോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, സുനന്ദ വന്നിട്ട് പോയില്ലേ, ഒരാളെ കണ്ട് ഒരുപാട് പ്രാവശ്യം ഞെട്ടില്ലല്ലോ, ഇത് വേറൊരാളാ. സുഭാഷ് ഉറക്കെ പറയുന്നു, സുധീഷേ വന്നേ, ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്. അകത്തേക്ക് കയറി വന്ന സുധീഷും ഹരീഷും രാജീവിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. രാജീവ് പുഞ്ചിരിച്ച അവരെ നോക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, സാറിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാവൻ. നിധി പറയുന്നു, അച്ഛാ ഞാൻ പറഞ്ഞില്ലേ, ഇതാ സുഭാഷ് ഏട്ടന്റെ രണ്ടാമത്തെ അനിയൻ. രാജീവ് പറയുകയാണ്, പേര് ഹരീഷ് എന്നല്ലേ? അതേന്ന് ഹരീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് അച്ഛനെ കണ്ട് സംസാരിച്ചിരുന്നില്ലേ, അതുകൊണ്ടാ അച്ഛന്റെ മനസ്സ് മാറി എന്നെ കാണാനായി ഇവിടേക്ക് വന്നത്. രാജീവ് പറയുന്നു, സുധീഷ് വാ ഇരിക്ക്, നമുക്ക് കഴിക്കാം, സുഭാഷ് നന്നായി പാചകം ചെയ്യുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. സുഭാഷ് പറയുന്നു, കഴിയിട്ട് വാടാ, ഭക്ഷണം എടുത്തു വെക്കാം. ഇത് കേട്ട് സുധീഷും ഹരീഷും നികേഷും അകത്തേക്ക് പോവുകയാണ്. സംശയത്തോടു കൂടി ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടന്റെ അമ്മായിയച്ഛൻ ചിരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നു. സുധീഷ് ഏട്ടൻ വേറൊരു രീതിയിലാണല്ലോ എന്നോട് പറഞ്ഞത്. സുധീഷ് പറയുകയാണ്, ഇതിലെന്തോ ചതിയുണ്ടടാ, എന്തോ തീരുമാനിച്ചുറപ്പിച്ചുള്ള വരവാ. ഹരീഷ് പറയുകയാണ്, ഒരുപക്ഷെ ഏട്ടത്തി എവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കോ അയാൾ വന്നത്, അതിന് ഞാൻ സമ്മതിക്കില്ലടാന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് അവരെ ഭക്ഷണം കഴിക്കാനായി വിളിക്കുകയാണ്. തുടർന്ന് രാജീവിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് സുധീഷും ഹരീഷും നികേഷും. സുധീഷ് ഭക്ഷണം കഴിക്കാനാകാതെ സംശയത്തോടുകൂടി രാജീവിനെ നോക്കുകയാണ്. പുഞ്ചിരിച്ച രാജീവ് പറയുന്നു, സുഭാഷേ ഇരിക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാമെന്ന് സുഭാഷ് പറയുമ്പോൾ രാജീവ് പറയുകയാണ്, മോളെ നീയെങ്കിലും ഇരിക്ക്. നിധി പറയുകയാണ്, വേണ്ട ചാ, ഞാൻ സുഭാഷ് ഏട്ടന്റെ കൂടെ കഴിച്ചോളാം. ഇത് കേട്ട് പുഞ്ചിരിച്ച ഭക്ഷണം കഴിക്കുന്ന രാജീവ് സുധീഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചോദിക്കുന്നു, സുധീഷ് എന്താ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത്, കഴിക്ക്. ഇതിലെ രസം എന്താന്ന് വെച്ചാ, നിങ്ങളുടെ വീട്ടിലിരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് നിങ്ങളോട് കഴിക്കുന്നു പറയുക. അങ്ങനെ രാജീവ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. രാജീവിനെ തന്നെ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുകയാണ് സുധീഷ്. തുടർന്ന് ഭക്ഷണം കഴിച്ച് രാജീവ് അവിടേക്ക് വരുമ്പോൾ സുഭാഷ് പഴം ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതല്ലേ ഉള്ളൂ സുഭാഷെ, പഴം വേണ്ടായിരുന്നു എന്ന് രാജീവ് പറയുമ്പോൾ അവിടേക്ക് വന്ന ഭാസ്കരൻ പറയുകയാണ്, ഇത് നമ്മുടെ പറമ്പിലെ പഴവാ, വിഷം ഒന്നും അടിക്കാത്ത പഴം, കഴിക്ക്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പഴം എടുത്ത് കഴിക്കുകയാണ് രാജീവ്. എല്ലാവരും സന്തോഷത്തോടു കൂടി രാജീവിനെ നോക്കുമ്പോൾ രാജീവ് സുഭാഷിനോട് ചോദിക്കുന്നു, സുഭാഷിന്റെ കല്യാണം എന്നാ? പെട്ടെന്ന് എല്ലാവരുടെയും മുഖം വാടുകയാണ്. നിധി പറയുന്നു, ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല ചാ, പക്ഷെ ഞങ്ങൾ നോക്കുന്നുണ്ട്, ഉടനെ തന്നെ കല്യാണം നടക്കും. ഏത് കേട്ട് പുഞ്ചിരിച്ച് രാജീവ് പറയുകയാണ്, ശരി, എന്റെ മകൾ ഇവിടെ
ഇവിടെ നല്ല സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടുന്ന് സന്തോഷത്തോടു കൂടി ഭക്ഷണവും കഴിച്ചു, തൃപ്തിയായി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇത് കേട്ട് സമാധാനത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. നിധി, ഞാൻ ഇറങ്ങട്ടെ എന്ന് രാജീവ് പറയുമ്പോൾ നിധി പറയുകയാണ്, ശരി അച്ഛ. അമ്മയും ചേട്ടനെയും ചേട്ടത്തെയും മോളെ എല്ലാം അന്വേഷിച്ചെന്ന് പറയണേ, ഞാൻ അമ്മയെ ഫോണിൽ വിളിക്കും. ശരി മോളെ എന്ന് രാജീവ് പറയുമ്പോൾ ഹരീഷ് പതിയെ പറയുകയാണ്, സുധീഷ് ഏട്ടാ രക്ഷപ്പെട്ടു, ഇറങ്ങാൻ പോകുക. രാജീവ് പറയുന്നോ, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്നോട് ഒന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, നിധിയെയും സുധീഷിനെയും ഒരാഴ്ചത്തേക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോട്ടെ. ഇത് കേട്ട് സുധീഷ് ഞെട്ടി നിൽക്കുമ്പോൾ ഭാസ്കരൻ സംശയത്തോടു കൂടി നിൽക്കുകയാണ്. സുഭാഷും നിധിയും വിശ്വസിക്കാനാകാതെ നിൽക്കുന്നു. എന്തിനാച്ചാന്ന് നിധി ചോദിക്കുമ്പോൾ തോളിൽ കൈവച്ച് രാജീവ് ചോദിക്കുകയാണ്, എന്താ മോളെ എങ്ങനെ ചോദിക്കുന്നത്? നീ അവിടെ വന്നപ്പോഴൊക്കെ ഞങ്ങള് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാ. ഇനി നിന്നെ തിരിച്ചു വിളിക്കാതിരിക്കാൻ പറ്റുമോ? ആ വീട് നിന്റെയും കൂടിയല്ലേ? അതാ ഞാൻ ഒരാഴ്ചത്തേക്ക് സുധീഷിനെയും മോളെയും വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞത്. സുധീഷ് പറയുകയാണ്, അതിന് ഇപ്പൊ എന്തിനാ പോകുന്നത്? ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ടേക്ക് വരാം. സുഭാഷ് പറയുകയാണ്, സുധീഷ് സാറ് വിളിക്കുന്നതല്ലേ, പോയിട്ട് വാ. സുധീഷ് പറയുകയാണ്, സുഭാഷിടാ നിധിക്ക് ഇവിടെ ഇന്റർവ്യൂ ഒക്കെ ഉള്ളതാ, ഇപ്പം അവിടേക്ക് പോയി ഇന്റർവ്യൂ മിസ്സായാലോ? രാജീവ് പറയുകയാണ്, ഞാൻ ഒരുപാട് നാളത്തേക്കൊന്നും അല്ലല്ലോ നിങ്ങളെ വിളിച്ചത്, ഒരാഴ്ചത്തേക്കല്ലേ. ഒരാഴ്ചക്കുള്ളിൽ നിധിക്ക് ഇന്റർവ്യൂ എന്തെങ്കിലും വന്നെങ്കിൽ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാമല്ലോ, കാറിൽ വന്നാ പോരെ. സുഭാഷ് പറ, ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടു പോട്ടെ? സുഭാഷ് പറയുകയാണ്, സാറിന്റെ മകളെയും മരുമകനെയും കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ഞാൻ എന്ത് പറയാനാ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഭാസ്കരൻ ചോദിക്കുന്നു, വിശ്വസിക്കാമോ? ഇവരെ തിരിച്ചയക്കോ ഇങ്ങോട്ട്? ഇത് കേട്ട് സുഭാഷ് അച്ചാന്ന് വിളിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മനസ്സിൽ വന്നത് ചോദിച്ചു, അതിൽ എന്ത് തെറ്റാ ഉള്ളത്? ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇങ്ങേര് മാത്രം എന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കി സംസാരിക്കുന്നത്. രാജീവ് പറയുകയാണ്, ദേ നോക്ക്, ഞാൻ എന്റെ മകളെ മാത്രം കൂട്ടിക്കൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സംശയിക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ ചോദിച്ചത്, മകളെയും മരുമകനെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കോട്ടെ എന്നല്ലേ. ഞാൻ ഇപ്പോഴാ ഇവിടെ വന്ന കാര്യം എന്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞത്. അവൾ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. എന്നോട് മാത്രം കാണരുത് സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മാത്രം അവിടെ പോയി ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് സംസാരിച്ചിട്ട് വരികയാണോ എന്ന്. അവൾക്കും മകളോട് സ്നേഹമില്ലേ? സുഭാഷ് പറയുകയാണ്, അയ്യോ ആ അമ്മയുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണ്ടേ സാറ്, ഇവരെയും കൂട്ടിക്കൊണ്ടു പോകും. ഇത് കേട്ട് സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നിധി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. രാജീവ് പറയുന്നു, വളരെ സന്തോഷം സുഭാഷേ. നിധി മോളെ, നീ എന്താ പറയുന്നത്? ദേ നോക്ക്, നീ വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ ഒരുപാട് സന്തോഷിക്കും. ഒരാഴ്ച വന്ന് നീ വീട്ടിൽ താമസിച്ചാൽ ആ വീട്ടിൽ സന്തോഷം നിറയും. നാളെ രാവിലെ വന്ന് ഞാൻ മോളെയും സുധീഷിനെയും കൂട്ടിക്കൊണ്ടു പോകാം. ശരി അച്ഛാന്ന് നിധി പറയുമ്പോൾ രാജീവ് പറയുകയാണ്, സുഭാഷേ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. നിധി ചോദിക്കണ, അച്ഛനിപ്പം എവിടാ താമസിക്കുക? രാജീവ് പറയുകയാണ്, ഹോട്ടലിലാണ് മോളെ, ഹോട്ടലിൽ താമസിച്ചിട്ട് നാളെ രാവിലെ ഇങ്ങ് വരാം. സുഭാഷ് പറയുകയാണ്, സാറിനോട് ഇവിടെ താമസിക്കണമെന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാറിന് ഇവിടെ താമസിക്കത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങളൊന്നുമില്ല, അതാ മനസ്സിന്റെ വിഷമം. സുധീഷ് പറയുന്നു, സുഭാഷ് അത് വിട്, അടുത്ത പ്രാവശ്യം നിധിയുടെ അച്ഛൻ ഇവിടെ വരുമ്പോൾ നമുക്ക് നല്ലൊരു വീടുണ്ടാക്കാം, എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വീട്. ഭാസ്കരൻ പറയുകയാണ്, എന്ത് സൗകര്യമാടാ, മനസ്സുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും താമസിക്കാം. സുഭാഷ് പറയുന്നു, അച്ഛനൊന്നും മിണ്ടാതിരിക്കോ, ഇവിടെ ഞങ്ങളുടെ വീടുള്ളപ്പോൾ സാറ് ഹോട്ടലിൽ താമസിക്കുന്നത് വിഷമമുള്ള കാര്യമാണ്. സുധീഷ് പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവിധ സൗകര്യത്തോടും കൂടി ഒരു വീട് പണിയും. ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, സുഭാഷ് എന്തായി പറയുന്നത്? ഞാനിവിടെ താമസിക്കുന്നില്ല എന്നുള്ള വിഷമമാണോ? എങ്കിൽ ശരി, ഞാൻ ഇന്ന് ഇവിടെ താമസിക്കുന്നത്. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് എല്ലാവരും. അച്ഛൻ സത്യമാണോ പറയുന്നത്? അച്ഛൻ ഇവിടെ താമസിക്കുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, സത്യം മോളെ പറയുന്നത്. ഭാസ്കരൻ പറയുകയാണ്, മോളെ ഒരു മനുഷ്യന് താമസിക്കാൻ എത്രയും സ്ഥലം വേണം, ഒരു കട്ടില് പോരെ? രാജീവ് പറയുകയാണ്, കറക്റ്റാ പറഞ്ഞത്, ഞാൻ ഇവിടെ തന്നെ താമസിച്ച് രാവിലെ നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകാം. ഇത് കേട്ട് നിധി സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഇവിടെ നല്ലൊരു ബാത്റൂം പോലും ഇല്ല, അതാ ഞാൻ സാറിനോട് ഇവിടെ താമസിക്കണമെന്ന് പറയാതിരുന്നത്. ഇപ്പം സാറ് തന്നെ പറഞ്ഞു ഇവിടെ താമസിക്കാമെന്ന്, വലിയ സന്തോഷം. നികേഷ് പറയുകയാണ്, ഞങ്ങള് പുതിയൊരു ബാത്റൂം പണിയാൻ പോവുകയാണ്. ഭാസ്കരൻ പറയുകയാണ്, എന്താണ് ഇത് ബാത്റൂം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊരു 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ, ബാത്റൂമിൽ താമസിക്കാനൊന്നും പോകുന്നില്ലല്ലോ. രാജീവ് പറയുകയാണ്, ചെറിയൊരു വീട്, ഒരേ ഒരു ബാത്റൂമേ ഉള്ളെന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഇവിടെയുള്ള 5 പേരും സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത്. ഇപ്പൊ എന്റെ മകളും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു, പിന്നെ എനിക്കെന്താ? എന്റെ മകളുള്ള വീട്ടിലാണ് ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്നത്. നിധി സന്തോഷത്തോടു കൂടി താങ്ക് യു അച്ഛാന്ന് പറയുമ്പോൾ പുഞ്ചിരിച്ച നിധിയെ ചേർത്ത് പിടിക്കുകയാണ് രാജീവ്. സുധീഷും ഹരീഷും സംശയത്തോടു കൂടി നിൽക്കുന്നു. തുടർന്ന് ഹരീഷിനെ മാറ്റി നിർത്തി സുധീഷ് പറയുകയാണ്, എടാ അയാൾ എന്തോ പ്ലാനുമായിട്ടാ വന്നിരിക്കുന്നത്. ഹരീഷ് പറയുകയാണ്, എനിക്കും അങ്ങനെയാ തോന്നുന്നത്, അതേസമയം അങ്ങനെയല്ല എന്നും തോന്നുന്നു. നീ എന്താടാ ഇങ്ങനെ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തിയുടെ അച്ഛന്റെ പെരുമാറ്റം കാണുമ്പോൾ അങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ കാറിൽ വെച്ച് അയാള് സുധീഷ് ചേട്ടനോട് സംസാരിച്ച രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ട് ശരിയാകുന്നില്ല. സുധീഷ് പറയുകയാണ്, അയാൾ എന്തിനാ നിധിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? വന്ന് കണ്ട് അയാൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയാ പോരെ? എന്തിനാ വന്ന ദിവസം തന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത്? അയാൾക്ക് അവളെ അവിടെ തന്നെ താമസിപ്പിക്കണം, അതാ അയാളുടെ പ്ലാനിങ്. അത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ ഏട്ടത്തിയെ മാത്രമല്ലല്ലോ ഏട്ടത്തിയുടെ അച്ഛൻ വിളിച്ചത്, സുധീഷ് ഏട്ടനെ കൂടിയല്ലേ? സുധീഷ് ചോദിക്കുന്നു, ഞാൻ എന്തിനാ അവിടെ പോകുന്നത്? ഞാൻ പോകുന്നില്ല, അവിടെ ചെന്നാൽ അയാൾ എന്നെ ദ്രോഹിക്കും. ഹരീഷ് പറയുകയാണ്, ദേ നോക്ക്, സുധീഷ് ഏട്ടൻ അവരോടൊപ്പം പോയില്ലെങ്കിൽ അയാൾ പ്ലാൻ ചെയ്തത് ഈസി ആയിട്ട് നടത്തിയെടുക്കാൻ പറ്റും. സുധീഷ് ഏട്ടൻ അവരുടെ കൂടെ പോയാൽ അവരുടെ
പ്ലാനിങ് തടയാനുള്ള എന്തെങ്കിലും ഒരു വഴി സുധീഷ് ഏട്ടന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്ന് ആലോചിക്ക്. ഈ സമയം പുഞ്ചരിച്ച് അവിടേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു, എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? ഹരീഷ് പറയുന്നു, ചുമ്മാതെ സംസാരിച്ചു തന്നത്. നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞ ഹരീഷ് അകത്തേക്ക് പോവുകയാണ്. പുഞ്ചരിച്ച രാജീവ് ചോദിക്കുന്നു, സുധീഷേ സുഖമാണോ? എന്നെ നീ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? സുധീഷ് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങള് നിധിയുടെ അച്ഛനല്ലേ? നിങ്ങളെ കണ്ടാൽ നിധി ഒരുപാട് സന്തോഷിക്കും. അപ്പൊ എനിക്കും അത് സന്തോഷമല്ലേ? രാജീവ് പറയുകയാണ്, ശരി, ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും, നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷേ നീ എന്നെ ഇവിടെ വരുത്തി. എന്ത് അഹങ്കാരത്തിലാണ് നീ എന്നോട് സംസാരിച്ചത്? അതും എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. സുധീഷ് പറയുകയാണ്, അപ്പോ ഞാൻ സംശയിച്ചത് ശരിയാ. നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, ഉറപ്പ്. നിന്നോട് തോൽക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ജയിക്കണം. അതിനുവേണ്ടിയാടാ ഞാൻ നിന്റെ വീട്ടിലേക്ക് തന്നെ വന്നത്. സുധീഷ് പറയുന്നു, നിധിയെ ഞാൻ നിങ്ങളുടെ കൂടെ അയക്കില്ല. നിങ്ങൾക്ക് നിധിയെ കൂട്ടിക്കൊണ്ട് പോകാനും പറ്റില്ല. രാജീവ് പറയുകയാണ്, സുധീഷെ, ഞാനൊരു തീരുമാനം എടുത്താൽ അത് നടത്തിയിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഉറപ്പായും എന്റെ തീരുമാനം ഞാൻ നടത്തിയെടുത്തിരിക്കും. ദേ നോക്ക്, നിനക്ക് ഒരാഴ്ചത്തെ സമയം തന്നില്ലേ? അതിലെ ആദ്യത്തെ ദിവസം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്തെന്ന് കണ്ടോ നീ? ഇനി 6 ദിവസം ബാക്കിയുണ്ട്. അതിനുശേഷം എന്റെ മകൾ എന്റെ വീട്ടിൽ എന്റെ മകളായിട്ട് ജീവിക്കും. നീ ഇവിടെ തനിച്ചായിരിക്കോടാ. അങ്ങനെ രാജീവ് ദേഷ്യത്തോടു കൂടി സുധീഷിനോട് സംസാരിക്കുമ്പോൾ അച്ചാന്ത് വിളിച്ച നിധി അവിടേക്ക് വരികയാണ്. നിധി സംശയത്തോടു കൂടി അവരെ നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് രാജീവ്. നിധി ചോദിക്കുന്നു, നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? രാജീവ് പറയുകയാണ്, ഞാൻ സുധീഷിനോട് താങ്ക്സ് പറയുകയായിരുന്നു. സുധീഷ് എന്നോട് ഇന്ന് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു. എന്നെ നീ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ എല്ലാവരെയും കാണാതെ നീ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. സുധീഷ എന്നോട് പക്വതയോടുകൂടി പറഞ്ഞത്. എങ്ങനെയെങ്കിലും നമ്മൾ ഒന്നിക്കണമെന്ന് സുധീഷ് ഒരുപാട് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ മനസ്സ് മാറി ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് നിന്നെ കണ്ടതിന് ശേഷമാണ് എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയത്. ഇതുവരെ ഇല്ലാത്ത ഒരു സന്തോഷമുണ്ട്. എങ്ങനെയുള്ള വീട്ടിലാണ് നീ താമസിക്കുന്നതെന്ന് ആലോചിച്ച് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. നല്ല സുരക്ഷിതത്വമുള്ള വീട്ടിലാണ് നീ താമസിക്കുന്നത്. അതിന് ഞാൻ സുധീഷിനോട് നന്ദി പറയണം. സത്യം പറഞ്ഞാൽ സുധീഷിനോട് പക്വതയോടുകൂടി സംസാരിക്കുമ്പോൾ ഞാനാണ് ദേഷ്യത്തോടുകൂടി സംസാരിച്ചത്. അങ്ങനെ പുഞ്ചിരിച്ച് സുധീഷിനെയും നിധിയെയും ചേർത്ത് പിടിക്കുകയാണ് രാജീവ്. സുധീഷിന്റെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ് രാജീവ്. സംശയത്തോടുകൂടി രാജീവിനെ നോക്കുന്നുണ്ട് സുധീഷ്. തുടർന്ന് ഹാളിൽ രാജീവിന് കിടക്കാനായി ബെഡ് ഒരുക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും. ഇത് കണ്ട് അവിടേക്ക് വരികയാണ് രാജീവ്. പിന്നാലെ നിധിയും സുധീഷും വരുന്നു. രാജീവ് ചോദിക്കുന്നു, എന്തിനാ ഇതെല്ലാം? ഒരു പാ മതിയായിരുന്നു. സുഭാഷ് പറയുന്നു, കട്ടിലുണ്ടെങ്കിലേ സാറിന് കിടക്കാൻ കുറച്ച് സൗകര്യമുള്ളൂ. അച്ഛന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടെന്ന് നിധി ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, കാറില് ബാഗ് ഉണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞ നികേഷ് ബാഗ് എടുക്കാനായി പോവുകയാണ്. ഇതെല്ലാം കണ്ട് സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ രാജീവ് പുഞ്ചിരിച്ച് സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നികേഷ് ബാഗ് കൊണ്ട് കൊടുക്കുമ്പോൾ അത് വാങ്ങി രാജീവ് ചോദിക്കുന്നു, എവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക? നിധി പറയുകയാണ്, അച്ഛൻ എന്റെ റൂമിലേക്ക് വാ, ഇവിടെ എന്റെ മുറി എന്ന് പറഞ്ഞ് നിധി രാജീവിനെയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്